സ്നേഹം പോലെ നന്മ. 80കളിൽ ജനിച്ചവരാർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരു പരസ്യവാചകമാണിത്. അതെ, അമൂലിന്റെ പരസ്യം. ഇന്ത്യയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെ മാതൃകാ സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് അമൂൽ എന്ന ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ഒരു സഹകരണ സംഘമായിട്ടാണ് അമൂൽ സ്ഥാപിക്കപ്പെട്ടത്. ആ സഹകരണ സംഘത്തിലെ അംഗങ്ങളായ 36 ലക്ഷം ക്ഷീര കർഷകരാണ് അമൂലിന്റെ യാഥാർത്ഥ്യ ഉടമസ്ഥർ. ഗുജറാത്തിലെ ക്ഷീര കർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയും വിപണിയിൽ ഇടനിലക്കാരുടെ ചൂഷണം ഉണ്ടാകുകയും ചെയ്തതോടെ സർദാർ വല്ലഭായ് പട്ടേലും മൊറാർജി ദേശായിയും ത്രിഭുവൻ ദാസ് പട്ടേലും ചേർന്ന് 1946 അമൂൽ ക്ഷീരോത്പാദക സഹകരണ സംഘം രൂപീകരിച്ചു. സഹകരണ സംഘത്തെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റാൻ ഡോക്ടർ വർഗീസ് കുര്യനെ മുൻപന്തിയിൽ കൊണ്ടുവന്നു. അവിടെയായിരുന്നു അമൂലിന്റെ ജനനം. അമൂലിന് ഒരു ദീർഘമായ വീക്ഷണമുണ്ടായിരുന്നു. ഇന്ത്യയിലെ പാലിറക്കുമതി നിർത്തലാക്കി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക. ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ അമൂലിനെ ഒരു വലിയ ക്ഷീര ശൃംഖലയായി വളർത്തുകയും അതുവഴി ആധുനിക സംസ്കരണ പ്ലാന്റുകളും അവതരിപ്പിച്ചു. കൂടാതെ എരുമപ്പാലിൽ നിന്ന് പാൽപ്പൊടി നിർമ്മിച്ചതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി മാറി. അങ്ങനെ കാലങ്ങൾ വളരെയേറെ കടന്നുപോയി. അമൂലിനെതിരെ ഈ ഒരു കാലയളവിൽ നിരവധി എതിരാളികൾ ഉടലെടുത്തു. വിവിധ ബ്രാൻഡുകളുടെ വിവിധ പാലുൽപ്പന്നങ്ങൾ ജനമനസ്സുകൾ കീഴടക്കി. ക്വാളിറ്റി വേൾഡ് പോലുള്ള വലിയ ബ്രാൻഡുകൾ ഐസ്ക്രീം വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അമൂൽ തങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് വില കുറച്ചു. ചുരുങ്ങിയ കാലയളവിൽ തങ്ങളുടെ എതിരാളികളെ പിന്നിലാക്കി അമൂൽ തങ്ങളുടെ ശുദ്ധമായ പാലിൽ ഐസ്ക്രീം ബ്രാൻഡ് തന്നെ പുറത്തിറക്കി. പതിയെ പതിയെ അമൂൽ ഇന്ത്യയിലെ നമ്പർ 1 ഐസ്ക്രീം ബ്രാൻഡായി മാറി. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ആശയമാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.